മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പലപ്പോഴും കരഞ്ഞുകൊണ്ട് പറയുമായിരുന്നു, മക്കളെ കാണുമ്പോ, ചെറിയ പെൺകുട്ടികളെ കാണുമ്പോ ഉമർ തങ്ങൾ കരയുമായിരുന്നു. എന്തേ കരയുന്നതെന്ന് ചോദിക്കുമ്പോ ഉമർ തങ്ങളോട് ചോദിക്കുന്ന, എന്തിനാ കരയുന്നത്? സഹാബാ, എന്റെ കൈകൊണ്ട് എത്ര പെൺകുഞ്ഞുങ്ങള് ഞാൻ ജീവനോടെ കുടിച്ചു മൂടിയിട്ടുണ്ട് സ്വഹാബാ. അല്ലാഹുവേ, ജീവനോടെ പെൺമക്കളെ കുടിച്ചു മൂടിയവർക്ക് പുറത്തു കൊടുത്തവനാ നിന്റെ റബ്ബ്. പിന്നെ എന്തിനാടാ പേടിക്കുന്നത്? എത്രയോ വ്യഭിചാരികൾക്ക് പുറത്തു കൊടുത്തില്ലേ, കള്ളുകുടിയന്മാർക്ക് പുറത്തു കൊടുത്തില്ലേ, എത്രയോ കൊടും പാപം ചെയ്തവർക്ക് അല്ലാഹു പുറത്തു കൊടുത്തില്ലേ, ശിർക്ക് ചെയ്തവർക്ക് പോലും അല്ലാഹു ഉദ്ദേശിച്ചാൽ പുറത്തു കൊടുക്കുമെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ, ഈ മാസം നിനക്ക് അല്ലാഹു തന്ന മാസമാണ്, ഈ മാസം നിനക്ക് ശുദ്ധിയാകാനുള്ള മാസമാണ്. അതുകൊണ്ട് പടച്ച റബ്ബിന്റെ മുന്നില് ഒരു ലജ്ജയുമില്ലാതെ ചെയ്തു പോയ പാപങ്ങൾ ഓരോന്നായി പാതിരാത്രി എഴുന്നേറ്റ് 2 റക്അത്ത് നമസ്കരിക്കണം. ആരും കാണാതെ എല്ലാവരും വീടിന്റെ അകത്ത് കിടന്ന് ഉറങ്ങുമ്പോ രാത്രി 2 മണിക്ക് 2:30 3 മണിക്ക് എഴുന്നേറ്റിട്ട് വിലപെടുത്തിട്ട് നിസ്കാര പായ്ക്കകത്ത് കയറിയിരുന്ന് വീടിന്റെ വാതിലടച്ചിട്ട് റൂമിന്റെ ലൈറ്റ് അണച്ചിട്ട് പടച്ച റബ്ബിന്റെ മുന്നിൽ സുജൂദിൽ കിടന്നിട്ട് അല്ലാഹുവിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയണം, നാഥാ, പൊറുക്കന്റെ പാപമോ സയ്യിദീ വെറുക്കാതെ പൊറുക്കുന്നവൻ ഞാനുണ്ട് നീയല്ലാതെ. ഇഹലോക ആർഭാടങ്ങളെന്നെ വലച്ചതാ, നഫ്സെന്ന മുണ്ടി തെല്ല് വിട്ടു ചതിച്ചതാ, അല്ലാതെ ദിക്കരി ചല്ല റബ്ബേ നിന്നെ, അതുകൊണ്ട് ആട്ടരുതിലാകെ എന്നെ. അല്ലാ, നിന്നെക്കാളും പൊറുക്കുന്ന ഒരാള്, നിന്നെക്കാളും പൊറുക്കുന്ന ഒരാള് ഈ ലോകത്തില്ല നാഥാ. നീ കരുണയുള്ളവനാണ്, നീ ഗഫൂറാണ്, നീ റഹീമാണ്, നീ എന്നെ പടച്ച എന്റെ റബ്ബാണല്ലാ. എന്റെ കയ്യിൽ പല പിഴവുകളും സംഭവിച്ചു പോയി നമ്പുരാറ്. ശൈത്താൻ ചതിച്ചതാ, നഫ്സ് വഞ്ചിച്ചതാ, വിട്ടുപോയതാ, എനിക്ക് നീ പുറത്തു താ അല്ലാ എന്ന് പടച്ച റബ്ബിനോട് ചോദിക്കാൻ നീ മറന്നു പോകരുത്. കാരണം എന്തെന്നറിയുമോ? മുത്തുനബി പറഞ്ഞതെന്തെന്നറിയോ? സഹാബാ, ഒരു തെറ്റിന്റെ പേരില് അല്ലാഹു ഒരു മനുഷ്യനെ 2 പ്രാവശ്യം ശിക്ഷിക്കില്ല എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ലോകത്തിന്റെ നേതാവാ പറഞ്ഞത്. ജീവിതത്തിൽ പറ്റിപ്പോയ ഒരു പിഴവ് ഇന്ന് രാത്രി, ഈ ശഅബാനിന്റെ രാത്രി എപ്പോഴെങ്കിലും പടച്ച റബ്ബിന്റെ മുന്നിൽ എഴുന്നേറ്റ് പോകുന്നതിന് മുമ്പ് നേരം പഠിപ്പിക്കുമെന്ന് പറയാൻ എന്നെ കൊണ്ട് കഴിയില്ലല്ലോ. ഈ വാല് പറയുന്ന സിറാജ് സ്റ്റേജിൽ നിന്ന് ഇറങ്ങിപ്പോകുമെന്ന് പറയാ എന്നെ കൊണ്ട് കഴിയില്ലല്ലോ. അതുകൊണ്ട് പടച്ചവരെ പിരിയുന്ന സമയത്ത്, ദുആ ചെയ്യുന്ന സമയത്ത് നീ അല്ലാഹുവിന്റെ മുന്നിൽ സർവ്വതും നിനക്കൊന്ന് മനസ്സിൽ കരുതിയിട്ട് ഇനി ഒരിക്കലും ചെയ്യില്ല അല്ലാ, എനിക്ക് കുറ്റബോധമുണ്ട് റബ്ബേ, അല്ലാഹുവേ ഇതെന്റെ തൗബയാണ് എന്ന് കരുതിയിട്ട് നിനക്കൊന്ന് ഏറ്റു പറയാൻ കഴിഞ്ഞ മോനെ, നീ നാളെ പടച്ച റബ്ബിന്റെ കോടതിയിലെത്തുമ്പോൾ, നീ അല്ലാഹുവിന്റെ കോടതിയിലേക്ക് കടന്നു ചെല്ലുമ്പോ ഈ പശ്ചാത്തപിച്ച പാപത്തിന്റെ പേരില് ഇന്ന് ഇവിടെ ഇരുന്ന് കരഞ്ഞുകൊണ്ട് അല്ലാഹുവിനോട് ഏറ്റു പറഞ്ഞ ഈ പാപത്തിന്റെ പേരില് നാളെ അല്ലാഹ് രണ്ടാമതും നിന്നെ ശിക്ഷിക്കില്ല. കാരണം അല്ലാഹു
അല്ലാഹു നീതിമാനാ. അതുകൊണ്ടാണ് പല സ്വഹാബികളും മുത്തുനബി ഇത് പറഞ്ഞു കൊടുത്തപ്പോഴാണ് മായിസ് എന്ന് പറയുന്ന വ്യഭിചരിച്ചവരെ ചെറുപ്പക്കാരൻ മുത്തുനബിയുടെ മുന്നിലേക്ക് കടന്നു വന്നിട്ട്, ഞാൻ വ്യഭിചരിച്ച് നബിയെ, എന്നെ എറിഞ്ഞു കൊല്ലാ പറ നബിയെ, എന്നെ എറിഞ്ഞു കൊല്ലാ പറ നബിയെ. മുത്തുനബി ചോദിച്ചു, എന്തേ മായിസേ, എന്തേ മായിസേ, എനിക്കറിയാ എന്നെ എറിഞ്ഞു കൊല്ലുമെന്ന്. എന്തിനാണ് പരസ്യമായിട്ട് ഞാൻ ഈ ശിക്ഷ ഏറ്റുവാങ്ങുന്നതെന്നറിയുമോ? ഇന്നിവിടെ വെച്ച് ഞാനിത് വാങ്ങിയ നാളെ റബ്ബിന്റെ നരകത്തില് കിടക്കേണ്ടി വരില്ലല്ലോ. അതുകൊണ്ട് ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ ഈ ആയിരങ്ങളോട്, ആദ്യം ഈ സിറാജിന്റെ സ്വന്തം നഫ്സിനോട്, പിന്നെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നമുക്ക് കരയണ്ടേ, പടച്ച റബ്ബിന്റെ മുന്നിൽ പശ്ചാത്തപിക്കണ്ടേ. ഇന്നീ സദസ്സിലിരുന്നുകൊണ്ട് ഞാനും നിങ്ങളും പാപങ്ങൾ ഏറ്റു പറയുമ്പോ പടച്ച റബ്ബിന്റെ അർശിന്റെ താഴ്ഭാഗത്ത് നിൽക്കുന്നു, അല്ലാഹുവിന്റെ അർശിന്റെ ഭാഗത്ത് നിൽക്കുന്നു ലക്ഷക്കണക്കിന് കോടാനി 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 മലക്കുകളുണ്ടല്ലോ. ഈ തുമ്പയിലെ ഈ സ്വർഗം കണ്ടിട്ട്, ഈ സ്വർഗത്തിലിരുന്ന് കരയുന്നവരെ കണ്ടിട്ട് അല്ലാഹു മലക്കുകളോട് പറയുകയാ, കണ്ടോ എന്റെ അടിമകളെ കണ്ടോ, എന്റെ അടിമകളെ കണ്ടോ, ചെയ്തുപോയ പാപങ്ങളെ ഏറ്റുപറഞ്ഞ എന്റെ അടിമകളെ കണ്ടോ. കാണുന്നു പറഞ്ഞിട്ട് അല്ലാഹു എന്റെയും നിങ്ങളെയും മലക്കുകൾക്ക് കാണിച്ചു കൊടുക്കുമ്പോ ആ പടച്ചറപ്പിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് മലക്കുകൾ അല്ലാഹുവോട് പറയുകയാണ്, പടച്ചവരെ, ഈ പൊട്ടിക്കരയുന്നവരുടെ, ഈ തൗബ ചെയ്യുന്നവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കണേ അല്ലാ. നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നത്, നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നത്, ജനിച്ചത് മുതൽ മരിക്കുന്ന കാലം വരെ ഒരു പാപവും ചെയ്യാത്തവര്, പാപവും കാണാത്തവര്, പാപവും പറയാത്ത അല്ലാഹുവിന്റെ മലക്കുകള് തുമ്പയിൽ ഈ സദസ്സിൽ നിന്ന് കരയുന്ന വാപ്പയെ നോക്കിയിട്ട്, ചെറുപ്പക്കാരൻ നോക്കിയിട്ട് അല്ലാഹുവോട് പറയുന്നു, നാഥാ, ആ ചെറുപ്പക്കാരന് നീ പുറത്തു കൊടുക്കണേ അല്ലാ. അത് മാത്രമല്ല, ആ ഒറ്റയ്ക്കിരുന്ന് കരയുന്ന പെണ്ണുണ്ടല്ലോ, ജീവിതത്തിൽ എപ്പോഴോ തെറ്റിപ്പോയ ഒരു പാപത്തിന്റെ പേരില് ഇരുന്ന് കരയുന്ന ആ പെണ്ണുണ്ടല്ലോ, അവൾക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാ. നമുക്ക് സ്വർഗം കിട്ടാ, നമുക്ക് സ്വർഗം കിട്ടാ. മലക്കുകൾ അല്ലാഹുവോട് ദുആ ചെയ്യുകയാ. അത് മാത്രമല്ല, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, വമൻ സ്വലഹ മിൻ ആബായിഹിം വഅസ്വാജിഹിം വദുരിയാതിഹിം. എടാ, നീ കള്ളു കുടിച്ചവനാണോ, നീ വ്യഭിചരിച്ചവനാണോ, നീ പലിശ തിന്നവനാണോ, പല പെണ്ണുങ്ങളുടെയും ജീവിതം തകർത്തവരാണോ, നീ ഇവിടെ ഇരുന്ന് പശ്ചാത്തപിക്കുമ്പോ അല്ലാഹുവിനോട് മലക്കുകളെ പറയുകയാണ്, അല്ലാഹുവോട് മലക്കുകളെ പറയുകയാ, ആ കരയുന്ന ചെറുപ്പക്കാരന് നീ സ്വർഗം കൊടുക്ക തമ്പുരാന്, അവന്റെ പാപം പൊറുക്ക തമ്പുരാന്. ഇവന് ജന്മം കൊടുത്ത ഒരു വാപ്പയുണ്ട്, ഇവനെ നൊന്ത് പ്രസവിച്ച ഒരു ഉമ്മയുണ്ട്, അവർ രണ്ടുപേർക്കും നീ സ്വർഗം കൊടുക്കണേ തമ്പുരാന്. അല്ലാഹുവേ, ഈ പശ്ചാത്തപിക്കുന്നവന്റെ കൂടെ പാതിരാത്രി കിടന്നുറങ്ങുന്ന ഒരു പെണ്ണുണ്ട് നാഥാ, ആ പെണ്ണിനും നീ സ്വർഗം കൊടുക്കല്ല. പടച്ചവരെ, ഈ മനുഷ്യന്റെ രക്തത്തിൽ പിറന്ന മക്കളുണ്ട് തമ്പുരാന്, ആ മക്കൾക്കും നീ സ്വർഗം കൊടുക്കണേ അല്ലാ. എന്നും മലക്കുകളെ ദുആ ചെയ്യുമെന്ന് ഞാനല്ല പറഞ്ഞത്, അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് സദസ്സിലിരിക്കുന്നവരോട് പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, ഈ മാസം പാപം പൊറുക്കുന്ന മാസമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ പ്രവാചകന് രണ്ടാമതായി പറഞ്ഞതെന്തെന്നറിയുമോ?
വശഅബാനു ജുന്നത്തും മിനന്നാർ. ഈ മാസത്തിന്റെ രണ്ടാമത്തെ പ്രത്യേകത എന്താ? അല്ലാഹുവേ, ഇത് നരകത്തിൽ നിന്നുള്ള ഒരു പരിചയാണെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ പടച്ച റബ്ബിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ മോനെ, ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് നിനക്ക് മോഹമുണ്ടോ? ഒന്ന് കൈപൊക്കാൻ പറഞ്ഞപ്പോ, ഇൻഷാ അല്ലാഹ് പറയാൻ പറഞ്ഞപ്പോ, ഈ സദസ്സിൽ നിന്നുകൊണ്ട് കൈപൊക്കിയ മനുഷ്യ, അല്ലാഹുവിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ, അറിയില്ലേടാ നരകമുണ്ട്. ഇപ്പോൾ നിനക്ക് നരകത്തിന്റെ തീയെക്കുറിച്ച് മനസ്സിലാകുന്നുണ്ടല്ലോ. ആരും വഅല് പറയണ്ട. പണ്ട് ഉസ്താദന്മാര് നരകത്തിന്റെ തീയെക്കുറിച്ച് നിനക്ക് വഅല് പറയുമ്പോ വിശ്വസിക്കാൻ മടിയായിരുന്നു. പക്ഷേ ലക്ഷക്കണക്കിന് കിലോമീറ്ററുകളിൽ മുകളിൽ ജ്വലിച്ചു നിൽക്കുന്ന സൂര്യന്റെ ചൂട് താകാൻ ഇന്ന് നമുക്ക് കഴിയുന്നില്ല. റൂമിന്റെ വെളിയിൽ ഇറങ്ങാൻ കഴിയുന്നില്ല. ചൂട് സഹിക്കാൻ കഴിയുന്നില്ലോ. നമ്മുടെ തൊലി പൊള്ളുന്നല്ലോ. മോനെ, ശഅബാൻ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാറുള്ള മാസമോ? നരകത്തിൽ നിന്ന് രക്ഷപ്പെടാറുള്ള മാസമോ? നരകമെന്തെന്നറിയോ? റജബ് 27 നോമ്പ് പിടിച്ചവരാണല്ലോ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഇസ്രാ മിഅ്റാജിന് കടന്നു പോയപ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ അതാ ആകാശ ലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ പടച്ചവരെ, ഓരോ ആകാശത്തിന്റെ കവാടങ്ങളിലും പ്രവാചകന്മാരും മലക്കുകളും കാത്തു നിൽക്കുകയാണ്. എല്ലാവരും ചിരിക്കുന്ന മുഖത്തോടെ പ്രവാചകനെ സ്വീകരിക്കുകയാണ്. എല്ലാവരുടെ മുഖത്തും വല്ലാത്ത ആനന്ദമാണ്. എല്ലാവരും പുഞ്ചിരിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് നോക്കുമ്പോ ഒരേ ഒരു മലക്കു മാത്രം ഇരുന്ന് കരയുകയാ. ഒരു മലക്കിന്റെ മുഖത്ത് സന്തോഷമില്ല. ഒരു മലക്ക് പുഞ്ചിരിക്കുന്നില്ല. ഒരു മലക്ക് തല ഉയർത്തുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് നടക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് നടക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകം ചോദിക്കുന്നു, ജിബ്രീലേ, ആരാണ് ജിബ്രീലേ? എല്ലാവരും ചിരിക്കുന്നു. എല്ലാവരുടെ മുഖത്തും സന്തോഷമുണ്ട്. എല്ലാവരും എന്നെ തല ഉയർത്തിയിട്ട് നോക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു മലക്കു മാത്രം ഒരു പരിഗണനയും നൽകുന്നില്ലല്ലോ. ഒന്ന് ചിരിക്കുന്നില്ലല്ലോ. ഒന്ന് തല ഉയർത്തി നോക്കുന്നില്ലല്ലോ. യാ റസൂലല്ലാഹ്, അത് മാലിക്കുന്ന മലക്കാണ് നബിയേ. നരകത്തിന്റെ കാവൽക്കാരനാണ് നബിയേ. നരകത്തിന്റെ ജോലി അല്ലാഹു കൊടുത്തതിന് ശേഷം ഇന്ന് വരെ ചിരിച്ചിട്ടില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനോട് അവിടുന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ആ നരകത്തിന്റെ തീയിൽ നിന്ന് രക്ഷപ്പെടണോ ചെറുപ്പക്കാരാ? മോനെ, ഈ പുണ്യമായ മാസത്തിനെ ബഹുമാനിച്ചാൽ, ഈ ശഅബാൻ മാസത്തിനെ ആദരിച്ചാൽ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാ, വശഅബാനു ജുന്നത്തും മിനന്നാർ. ഈ മാസം നരകത്തിൽ നിന്ന് രക്ഷ തരുന്ന മാസമാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഈ മാസത്തിനെ ബഹുമാനിച്ചുകൊണ്ട്, ഈ മാസത്തിനെ ബഹുമാനിക്കുന്ന ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന മൂന്നാമത്തെ പ്രതിഫലമുണ്ട്. ഈ മാസത്തിനെ ബഹുമാനിക്കുന്ന ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലമുണ്ട്. സ്വഹാബാ, അല്ലാഹു അവന്റെ മരണവേദന കുറച്ചു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ മരണവേദന അല്ലാഹു കുറച്ചു തരുന്ന മാസമാ. കൈപൊക്കിയ ചെറുപ്പക്കാരാ, കൈപൊക്കിയ വാപ്പാ, ഈ മാസത്തിനെ നീ ഒന്ന് ബഹുമാനിച്ചാൽ, ഈ മാസത്തിനെ നീ ഒന്ന് ബഹുമാനിച്ചാ അല്ലാഹു നിനക്ക് തരുന്ന മൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയോ?
ഈ ലോകത്ത് നിന്ന് ഒരു ദിവസം യാത്ര പറയേണ്ടവനാണല്ലോ. ഈ ദിവസം ഈ ലോകത്ത് നിന്ന് അസ്രായീൽ എന്ന് പറയുന്ന മലക്ക് നിന്റെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് നിന്റെ റൂഹ് പിടിക്കുന്ന ഒരു സമയമുണ്ടല്ലോ. ആ പരിശുദ്ധമായ അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, മരണത്തിന് വല്ലാത്ത വേദനയുണ്ടെന്ന് ഖുർആനല്ലേ പറഞ്ഞത്. എല്ലാവരും പടച്ചവര് ഇന്ന് ആരും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, ആരും മരണത്തെക്കുറിച്ച് ഓർക്കുന്നില്ല. ഇന്നെല്ലാവരും ഇലക്ഷന്റെ ചിന്തയിലാണ്. ആരാണ് ഇലക്ഷനിൽ ജയിക്കുന്നത്? എല്ലാവരും ഇന്ന് തെരഞ്ഞെടുപ്പിന്റെ തിരക്കിലാണ്. എല്ലാവരും ജയവും പരാജയവും ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുകയാ. എങ്കിൽ ഈ സദസ്സിലിരിക്കുന്നവരോട് ഞാൻ ചോദിക്കട്ടെ, യഥാർത്ഥത്തിൽ നീ ജയിക്കുവോ പരാജയപ്പെടുവോ? എടാ രാഷ്ട്രീയക്കാരൻ ഇലക്ഷനിൽ നിന്ന് ജയിക്കട്ടെ തോക്കട്ടെ, അത് നിന്റെ വിഷയമല്ല. നിന്റെ വിഷയം നീ ജയിക്കുമോ തോക്കുമോ എന്നാണ്. മോനെ, നീ ജയിക്കുന്നത് എപ്പോഴെന്നറിയുമോ? കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ ഫമൻ സുഹ്സിഹ അനിൻ നാർ വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. നീ വിജയിക്കുന്നത് എപ്പോഴെന്നറിയുമോ? അതാ മലക്കുൽ മൗത്ത് അസുറായിൽ എന്ന് പറയുന്ന മലക്ക് ഒരു ദിവസം നിന്റെ കണ്ണിന്റെ മുന്നിലേക്ക് കടന്നു വന്നു. കാലിന്റെ തള്ളവിരൽ നിന്ന് റൂഹ് പിടിച്ചു. ആ റൂഹ് നിന്റെ തൊണ്ടക്കുടിയുടെ ഭാഗത്ത് കടന്നു വരുമ്പോ അല്ലാഹു നിനക്ക് തന്നെ നിന്റെ നാവുണ്ടല്ലോ. അല്ലാഹു നിനക്ക് തന്ന നിന്റെ നാവുണ്ടല്ലോ. ആ നാവ് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാ നീ ജയിച്ചു. ഇല്ലെങ്കിൽ നീ തോറ്റുപോയവനാണെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ. അതുകൊണ്ട് അതിനു വേണ്ടി പരിശ്രമിക്കുക ചെറുപ്പക്കാരാ, അതിനു വേണ്ടി പരിശ്രമിക്കുക ചെറുപ്പക്കാരാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, ഈ പരിശുദ്ധമായ ശഅബാൻ മാസമുണ്ടല്ലോ, ഈ ശഅബാൻ മാസത്തിനെ ബഹുമാനിച്ചാൽ അല്ലാഹു നിന്റെ മരണവേദന കുറച്ചു തരികയാണ്. അല്ലാഹു നിനക്കൊരു നല്ല മരണം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, നിങ്ങൾ എത്രയോ നല്ല മരണം കണ്ടവരാണ്. ശംസുൽ ഉലമയുടെ മരണം പറയുന്നവരാണ്, കണ്ണിയത്ത് ഉസ്താദിന്റെ മരണം പറയുന്നവരാണ്, അത്തിപ്പറ്റ ഉസ്താദിന്റെ മരണം കേട്ടവരാണ്, ചെറുശ്ശേരി ഉസ്താദിന്റെ മരണം കേട്ടവരാണ്, സ്വന്തം വീട്ടിലെ കബറ് കുടിച്ചിട്ട് മരണപ്പെട്ടു പോയ അല്ലാഹുവേ കോയക്കുട്ടി ഉസ്താദിന്റെ ചരിത്രം കേട്ടവരാണ്. എന്തിനാ കേരളത്തിൽ കിടക്കുന്ന മഹാന്മാരെ പറയുന്നത്? നിങ്ങളുടെ കണ്ണുകൊണ്ട് നിങ്ങൾ കണ്ട ഒരു മഹാനുണ്ടല്ലോ, മറക്കാൻ കഴിയാത്ത ഒരു മഹാനുണ്ടല്ലോ. ഞാൻ പറയാതെ തന്നെ നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് ആ മഹാനാരെന്ന് നിങ്ങൾക്ക് ഓർമ്മ വന്നല്ലോ. മഹാനായ ജബ്ബാർ ഉസ്താദ്. അല്ലാഹുവേ, എത്ര പ്രാവശ്യമാ ചെറുപ്പക്കാരാ മയ്യത്ത് നിസ്കരിച്ചത്. എടാ, ഈ മംഗലാപുരത്ത് ഇതുപോലെ ജനം കൂടിയ ഒരു ദിവസമുണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു മരണ വീട്ടിൽ ഇത്രയും ജനം കൂടിയിട്ടുണ്ടോ? മന്ത്രിമാര് മരിച്ചാൽ, വലിയ രാഷ്ട്രീയക്കാര് മരിച്ചാൽ പടച്ചവനെ കൂടുന്നതിനേക്കാളും ജനങ്ങള് അല്ലാഹു ഇഷ്ടപ്പെട്ടവർ മുഴുവനും വയ്യമ്മയുടെ സമയമായപ്പോ പടച്ചവനെ കിലോമീറ്ററുകളോളം റോഡ് ബ്ലോക്കായതാ മഹാന്റെ ജനാസ കാണാനാ. അവസാനമല്ല, ഒരുപാട് കഷ്ടപ്പെട്ടല്ലോ അവിടത്തെ ജനാസയെന്ന് കൊണ്ടുപോയി കബറടക്കുന്നതിന്. എന്റെ പ്രിയമുള്ളവരെ, ആ ചിരിക്കുന്ന മുഖം കണ്ടവരല്ലേ, നിനക്കും കൊതിയില്ലേ? നിനക്കും ആഗ്രഹമില്ലേ ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ അവരൊക്കെ പോയതുപോലെ പോകാ? നിനക്ക് മോഹമുണ്ടെങ്കിൽ മുത്തുനബിയാണ് പറയുന്നത്, ഈ പരിശുദ്ധമായ ശഅബാൻ മാസത്തിനെ നീ ആദരിച്ചാൽ അല്ലാഹു നിനക്ക് ഒരു നല്ല മരണം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ എപ്പോഴവിടെ വെച്ചാ മരണം വരുന്നതെന്നറിയില്ല. പടച്ചവനെ ഈ പ്രാവശ്യം ഉംറയ്ക്ക് കടന്നു പോയപ്പോ എന്റെ ഭാര്യ പോയിരുന്ന അതേ ഫ്ലൈറ്റില് സഞ്ചരിച്ചിരുന്ന ഒരു 3 വയസ്സുള്ള ഒരു പൊന്നുമോനുണ്ടല്ലോ. പരിശുദ്ധമായ കഅബാലയത്തിൽ തന്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ കയ്യിൽ പിടിച്ചു പോയ പൊന്നുമോരാ. അല്ലാഹുവേ, ഉമ്മയുടെ കയ്യിൽ പിടിച്ച് ഉംറ ചെയ്ത പൊന്നുമോ മക്കയിൽ വെച്ചല്ലേ മരണപ്പെട്ടത്. ആ പൊന്നുമകന്റെ മയ്യത്തല്ലേ കഅബാലയത്തിന്റെ മുറ്റത്ത് വെച്ചിട്ട് ലക്ഷക്കണക്കിന് പേര് നിസ്കരിച്ചത്. ആ പരിശുദ്ധമായ മണ്ണിലെ 3 വയസ്സുകാരന്റെ ജനാസ കബറിലേക്ക് ഇറക്കി വെക്കുമ്പോ ഇതുപോലെ എത്രയെത്ര നല്ല മരണം കേൾക്കുന്നവരാ. കരുണക്കടലായ അല്ലാഹ്, ഈ പുണ്യമായ ശഅബാനിന്റെ രാത്രിയില് ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ ഞങ്ങൾക്ക് നീയൊരു നല്ല മരണം തരണേ അല്ലാഹ്, ഒരു നല്ല മരണം തരണേ അല്ലാഹ്. സംഘാടകർ ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരികയാ. പാവങ്ങളെ സഹായിക്കാറാ, യതീമീങ്ങളെ സഹായിക്കാറാ, ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്താറാ. ഇവര് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുമ്പോ എഴുന്നേറ്റ് ഓടേണ്ടവർക്ക് എഴുന്നേറ്റ് ഓടാതെ, ബക്കറ്റ് മുന്നിലേക്ക് കടന്നു വരുമ്പോ ഓടേണ്ടവർക്ക് എഴുന്നേറ്റ് ഓടാതെ, മിണ്ടാതിരിക്കുന്നവർക്ക് മിണ്ടാതെ ഇരിക്കാ, ഉറക്കം നടിക്കുന്നവർക്ക് ഉറക്കം നടിക്കാ. മനുഷ്യ വെറുതെയല്ലല്ലോ, അല്ലാഹു നിന്നോട് പൈസ ചോദിക്കുന്നത് വെറുതെയല്ലല്ലോ. ഇതുകൊണ്ട് നിനക്കല്ലേ നേട്ടമുള്ളൂ. മുത്തുനബിയല്ലേ പറഞ്ഞത്, ഈ പ്രപഞ്ചം സൃഷ്ടിക്കാൻ കാരണക്കാരനായ പ്രവാചകനല്ലേ പറഞ്ഞത്, അസ്സദഖത്തു റദ്ദുൽ ബലാ, സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, ഇന്ന് ഞാൻ ഈ വഅദിന് കടന്നു വരുന്നതിന് മുമ്പ് മംഗലാപുരത്തൊരു ഹോസ്പിറ്റലിലേക്ക് കടന്നു. സുബ്ഹാനല്ലാഹ്, ഈ മംഗലാപുരത്ത് ഞാനൊരു ഹോസ്പിറ്റലിലേക്ക് പടച്ചവനെ എന്തിനാ കടന്നു പോയതെന്നറിയുമോ? കുടകെന്ന് പറയുന്ന സ്ഥലമുണ്ടല്ലോ, കഴിഞ്ഞ മാസമുണ്ടല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും പടച്ചവനെ നിങ്ങൾ പലരും കുടകിൽ പോകുന്നവരാണ്. കാരണമല്ല, അവിടെ ഒരു മഹാന്റെ ഖബറുണ്ടല്ലോ. ഒരുപാട് മക്കാം അറിയാത്തവരുണ്ടോ? ഒരുപാട് മക്കാമിൽ കിടക്കുന്ന മഹാരഥൻ അറിയാത്തവരുണ്ടോ? പടച്ചവനെ, ആ മക്കാമിന്റെ താടില് പടച്ചവനെ SKSSFന്റെ ഒരു പ്രഭാഷണം ഉണ്ടായിരുന്നു, ഒരു മജ്‌ലിസ് നൂറിന്റെ വാർഷികമുണ്ടായിരുന്നു. ഞാനാണ് ഇവിടെ വഅദ് പറഞ്ഞത്. പടച്ചവനെ, ഈ മംഗലാപുരത്തിന്റെ പരിസരത്ത് നിന്ന് ഒരു വാഹനം നിറയെ ബസ് വിളിച്ചിട്ടാ വഅദ് കേൾക്കാമെന്നവരുണ്ട്. അവസാനമല്ല, മഴ പെയ്ത് തിമിർത്തിരുന്ന രാത്രിയില് അവസാനമല്ല അവിടെ നിന്ന് വഅദ് പറഞ്ഞു, പൊട്ടിക്കരഞ്ഞു പടച്ച റബ്ബിനോട് പൊട്ടിക്കരഞ്ഞ് തൗബ ചെയ്തു. എന്നിട്ട് ദുആ ചെയ്തിട്ട് എല്ലാവരും പിരിയുമ്പോ ഒരു കുടുംബത്തിലെ പടച്ചവനെ വാപ്പയും മക്കളുമില്ല. വഅദ് കഴിഞ്ഞ് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്തിട്ട് അവര് തന്റെ വീട്ടിലേക്ക് പോകുമ്പോ സുബ്ഹാനല്ലാഹ്, ആ പൊന്നുമോന്റെ കണ്ണും നടന്നുപോയി. പൊന്നുമോന്റെ കണ്ണൊരു സെക്കൻഡ് നടന്നപ്പോ അല്ലാഹുവേ, വണ്ടി അവിടെ നിന്ന് ഇടിച്ചു മറിയുകയാണ്. സുബ്ഹാനല്ലാഹ്, ഇന്ന് ഞാൻ ആ പിതാവിനെ കാണാൻ പോയി. ഇന്ന് ഞാൻ ആ പിതാവിനെ കാണാൻ പോയി. ആ പിതാവിന്റെ പൊന്നുമകനൊരു ഉസ്താദാണ്. എന്നോട് പറഞ്ഞു, ഉസ്താദേ, വാപ്പ നിങ്ങളെ തിരക്കുന്നുണ്ട്. വാപ്പയുടെ അവസ്ഥ പരിതാപകരമാണ്. നിങ്ങൾ പാവങ്ങളാണ്. എന്റെ വാപ്പാനൊന്ന് ദുആ ചെയ്യാൻ വരുമോ? അല്ലാഹുവേ, ഇന്ന് ഞാൻ ആ ഹോസ്പിറ്റലിലേക്ക് കടന്നു ചെന്നപ്പോ കണ്ട കാഴ്ച എന്തെന്നറിയോ? ആ പ്രിയപ്പെട്ട ഉസ്താദ് പറയുന്നു, 10 ലക്ഷം രൂപ ചെലവായി ഉസ്താദ്, 10 ലക്ഷം രൂപ ചെലവായി ഉസ്താദ്. നിങ്ങളുടെ കയ്യിലൊന്നുമില്ല, എല്ലാം പടച്ചവന്, എല്ലാം വിറ്റുപറക്കി 10 ലക്ഷം രൂപ എങ്ങനെ കൊടുക്കും?
കൊടുക്കണമെന്ന് ഞങ്ങൾക്കറിയില്ല. പടച്ചവരെ, ഞങ്ങളുടെ വാപ്പയുടെ അവസ്ഥയുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ചെന്ന് നോക്കുമ്പോ കാണുന്ന കാഴ്ച എന്തെന്നറിയോ? ഈ തൊണ്ടക്കുഴിയിലൊരു പൈപ്പ് ഇങ്ങനെ ഇറക്കി വെച്ചിരിക്കുകയാ. തൊണ്ടക്കുഴിയിലേക്ക് ഒരു പൈപ്പ് ഇങ്ങനെ ഇറക്കി വെച്ചിരിക്കുന്നു. അതിനകത്ത് കൂടെയാ ശ്വാസം വലിച്ചു വിടുന്നത്. ആ വാപ്പയുടെ രണ്ട് കൈയും തളർന്നു പോയി മോനെ, രണ്ട് കാലും തളർന്നു പോയി, രണ്ട് കൈയും രണ്ട് കാലും തളർന്നു പോയി. ഇനി അതുകൊണ്ട് പ്രയോജനമില്ല. വാപ്പയുടെ പടച്ചവനെ നട്ടെല്ലിന്റെ ഭാഗം തകർന്നു പോയിട്ട് അല്ലാ തൊണ്ടക്കുഴികളൊരു പൈപ്പ് ഇങ്ങനെ കുത്തിയിറക്കി വെച്ചിരിക്കുന്നു. അതിനകത്തുകൂടെ ഇങ്ങനെ ശ്വാസം വലിച്ചു വിടുകയാ. ഞാൻ കടന്നു ചെന്നപ്പം മക്കള് പറഞ്ഞു, വാപ്പാ ഉസ്താദ് വന്നിരിക്കുന്നു. ആ പിതാവൊന്ന് കണ്ണു തുറന്നു നോക്കി. ഞാൻ തലയിൽ കൈവച്ചിട്ട് ചോദിച്ചു, എന്നെ മനസ്സിലായോ? ആ സാധുവിന് സംസാരിക്കാൻ കഴിയുന്നില്ല. തലയാട്ടി കാണിച്ചു മനസ്സിലായി. കാരണം എന്റെ വഴുത് കടിഞ്ഞു ദുആ ചെയ്തിട്ട് കരഞ്ഞിറങ്ങിപ്പോയ പിതാവാ. ആ മനുഷ്യന്റെ തലയിൽ കൈവച്ചിട്ട് ഞാൻ ചെവിയിൽ പറഞ്ഞു, വാപ്പാ നിങ്ങൾ എത്ര വലിയ ഭാഗ്യവാനെന്നറിയോ? നിങ്ങൾ കള്ളു കുടിക്കാൻ പോയപ്പോഴല്ല, നിങ്ങൾ വ്യഭിചരിക്കാൻ പോയപ്പോഴല്ല, നിങ്ങൾ പാപം ചെയ്യാൻ പോയപ്പോഴല്ല, കുടുംബസമേതം വഅദ് കേൾക്കാമെന്നിട്ട് തിരിച്ചു വരുന്ന വഴിയിലാണ് നിങ്ങൾക്കൊരു ആക്സിഡന്റ് പറ്റിയത്. നിങ്ങൾ മരിച്ചു പോയാൽ സ്വർഗമാണ് വാപ്പാ. അല്ലാഹു നിങ്ങൾക്ക് സ്വർഗം തരും ബാപ്പാ. ആ സാധുവിന്റെ കണ്ണ് നിറയുകയാ. സന്തോഷം കൊണ്ടാ ചെറുപ്പക്കാരാ. എന്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാറുള്ളത്, 10 ലക്ഷം രൂപ ചെലവാക്കിയിട്ട് എങ്ങനെ കൊടുക്കണമെന്നറിയില്ല. 10 ലക്ഷം എന്ന ഒരു വലിയ ബാധ്യതയാണ് ആ പാവപ്പെട്ട കുടുംബത്തിന്റെ തലയിലിരിക്കുന്നത്. എങ്ങനെ കൊടുക്കണമെന്നറിയില്ല. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും സഹായിക്കാൻ കഴിയുമെങ്കിൽ ആ പാവപ്പെട്ട കുടുംബത്തിനെ, ആ പാവപ്പെട്ട പിതാവിനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും സഹായിക്കണമെന്ന് കരുതിയാ. ഈ മംഗലാപുരത്താ കിടക്കുന്നത്. ഇവിടുന്ന് കിലോമീറ്ററുകൾ ഒരുപാടില്ലല്ലോ. ഒന്ന് പോകണം ചെറുപ്പക്കാരാ. ആ പിതാവിന് നിങ്ങളൊന്ന് പോയി ആ മക്കളുടെ കയ്യിൽ എന്തെങ്കിലും ഒരു സഹായം നിങ്ങൾ ചെയ്തു കൊടുക്കണേ. നിങ്ങൾക്കൊന്നും കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. എപ്പോഴെങ്കിലും ദുആ ചെയ്യുമ്പോ അല്ലാഹുവേ ആ പിതാവിനോട് നീ കരുണ കാണിക്കണേ അല്ലാ. ഒന്ന് ദുആ ചെയ്യാനെങ്കിലും മറക്കല്ലേ ചെറുപ്പക്കാരാ. അവിടെ നിറങ്ങുമ്പോ അടുത്തൊരു മനുഷ്യൻ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ അല്ലാഹുവേ കുടലിൽ അല്ലാഹുവേ ബ്ലോക്ക് വന്നിട്ട് രക്തം ഇങ്ങനെ വയറിന്റെ അകത്ത് കെട്ടിക്കിടക്കുകയാ. ഒരു രക്ഷയുമില്ല, ഒരു രക്ഷയുമില്ല. എപ്പോ വേണമെങ്കിലും മരിക്കാം ഉസ്താദേ. കേറി ഒന്ന് ദുആ ചെയ്യുവോ? 2ാം നിലയിലേക്ക് കയറി ചെന്നു. 4ൽ നിന്ന് 5ാമത്തെ നിലയിലേക്ക് കയറി ചെന്നു. അവസാനം ആ മനുഷ്യന്റെ മുന്നിൽ നിന്നും ഒന്ന് ദുആ ചെയ്തു. കുടുംബത്തിനെ സമാധാനിപ്പിച്ചിട്ട് താഴേക്ക് ഇറങ്ങി വരുമ്പോ അല്ലാ, ഒരു ചെറിയ മകനെയും കൊണ്ടൊരു ചെറുപ്പക്കാരൻ വരികയാ. ഉസ്താദെ അഡ്മിറ്റ് ആക്കാമെന്നതാണ്. ഉസ്താദേ, ഉസ്താദേ പടച്ചവരെ, എന്റെ പൊന്നുമോന്റെ ഹാർട്ടിന് രോഗമാ ഉസ്താദേ. നാളെ സർജറിയാ, ദുആ ചെയ്യണേ. മോനെ, ഒരു ചെറിയ മോനടാ, 1 വയസ്സേ ഉള്ളെന്ന് തോന്നുന്നു. 1 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പിഞ്ചുമോൻ. ഇതുപോലെ എത്രയെത്രയോ പാപങ്ങളെ കാണുന്നവരാ. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലാ പറഞ്ഞത്, മനസ്സറിഞ്ഞിട്ടൊരു സദഖ കൊടുത്തോ. അസ്സദഖത്തു റത്തുൽ ബലാ. സദഖ വിപത്തിനെ തട്ടിമാറ്റുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു സുബ്ഹാനഹു വ തആല പിതാവിന് അല്ലാഹു ശിഫാഉ കൊടുക്കുമാറാകട്ടെ. അല്ലാഹു ശിഫാഉ കൊടുക്കുമാറാകട്ടെ. ഒരു ആമീൻ പറ. അല്ലാഹു ശിഫ കൊടുക്കുമാറാകട്ടെ. അല്ലാഹു ആഫിയത്ത് കൊടുക്കുമാറാകട്ടെ. വഅദ് കേൾക്കാൻ പോയിട്ട് തിരിച്ചു പോകുമ്പോൾ ആക്സിഡന്റ് പറ്റിയത് ഏത് ഹോസ്പിറ്റലിലാ ഷാഫി? ഷാഫി ഷാഫി ഏത് ഹോസ്പിറ്റല്? KMC എന്ന് പറയുന്ന ഹോസ്പിറ്റലിൽ കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം 10 ലക്ഷം രൂപ. ഒരു ഉസ്താദ, 3 മക്കൾ അടുത്ത് നിൽക്കണു. എന്ത് ചെയ്യണമെന്നറിയില്ല.
അയാളെ കൊണ്ട് പറ്റുമെങ്കിൽ സഹായിക്കാൻ കഴിയുന്നവർ സഹായിക്കുക, ഇല്ലെങ്കിൽ ആ കുടുംബത്തിന് വേണ്ടി ദുആ ചെയ്യുക. അള്ളാഹുവേ, അങ്ങനെ ഒരു അവസ്ഥയെ തൊട്ട് നീ ഞങ്ങളെ കാത്തിരക്ഷിക്കണേ തമ്പുരാനെ. ആ പിതാവ് മരിക്കാൻ വേണ്ടി ഞാൻ ദുആ ചെയ്യൂല, ലോകത്തൊരാളും മരിക്കാൻ വേണ്ടി എൻ്റെ നാവ് കൊണ്ട് ഞാൻ ദുആ ചെയ്യൂല. അള്ളാഹു ആ സഹോദരൻ ആഫിയത്ത് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു അങ്ങനെയുള്ള ഒരു അവസ്ഥയെ തൊട്ട് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഈ പരിശുദ്ധമായ മാസത്തിന് ആരെങ്കിലും ബഹുമാനിച്ചാൽ അള്ളാഹു അവന് നല്ല മരണം കൊടുക്കും. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, 4 നിർത്താറായോ? ചിലരൊക്കെ വാച്ചിങ്ങനെ പൊക്കി നോക്കുന്നു, അതിനർത്ഥം ഉസ്താദെ 11:30 എനിക്ക് മനസ്സിലായി. നിനക്ക് വാച്ച് നോക്കണം, ഇങ്ങനെ നോക്കിയാൽ മതി. ഇങ്ങനെ പൊക്കി നോക്കിയാൽ അതിനർത്ഥം അത്